അയോധ്യാകാന്ഡത്തിലെ വരികൾ 12:43 മുതൽ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സംസ്കൃതമുത്ഥാനവും ചെയ്തു. കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ട് വാഞ്ചയാത്രിക്കാൽ കഴുകിച്ചു സാദരം. മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധേ. വാരണവീരനെങ്ങും അമവല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്തഭൂപാലരെയും പിരിഞ്ഞതിരോമാഞ്ചമോടെ എഴുന്നള്ളിയതന്തയ്യോ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതി സുതൻ താനമരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനതികടോ. ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മനസ്സേ ഖേദമിളച്ചു വാണിയിടുക. മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്ത് സുഖേന വസിക്കതീ വല്ലഭേ. ഭദ്രവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാകന്ത ചൊല്ലിയിടിനാൾ. രാത്രിയിൽ കൂടി പിരിഞ്ഞാൽ പൊറാതോളമാസയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിനിന്നു തോന്നിയിടുവാനെന്തോരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊൽക ഭർത്താവേ വിരവോട്, വൃത്താന്തമെത്രയും ചിത്തമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ തന്മീ കുലമൗലി മാലികയെ കേൾക്ക നീ. മന്നവൻ കേകയ പുത്രിയാം അമ്മയ്ക്കു മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൽ. പിന്നവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിന് അന്യൂന വിക്രമം കൈകൊണ്ടുപോയ നാൾ. ഒന്ന് ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും സത്യവിരോധം വരുവെന്ന് തന്നുടെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശു വരവും കൊടുത്തിതു താതൻ, അതുകൊണ്ട് ഞാൻ ഇന്നു പോകുന്നു. ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ അതിൻ്റെയും മുടക്കം പറവല്ല, മയൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. ഭർത്താവ് വരുന്നത് കണ്ട് സീത ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്നിട്ട് സ്വർണ്ണ പാത്രത്തിലിരുന്ന ജലം കൊണ്ട് ശ്രീരാമന്റെ പാദം കഴുകി. ലജ്ജയോടുകൂടി അവൾ പതുക്കെ പറഞ്ഞു, അല്ലയോ ശ്രീരാമചന്ദ്ര, ആരും അകമ്പടി കൂടാതെ കാൽനടയായി തന്നെ വന്നതെന്താണ്? ആന, വെൺകൊറ്റക്കുട, ചാമരം, താലവൃന്ദം, വാദ്യഘോഷങ്ങൾ, അലങ്കാരങ്ങൾ, സാമന്ത രാജാക്കന്മാർ ഇവയൊന്നും കൂടാതെ രോമാഞ്ചത്തോടു കൂടിയിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയതിന് കാരണമെന്ത്? സീതാദേവിയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ പറഞ്ഞു, പുണ്യം ആർജിക്കാനായി ദണ്ഡകാരണ്യ രാജ്യമാണ് അച്ഛൻ എനിക്ക് തന്നത്. അതിനായി ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. മനസ്സില് ദുഃഖമെല്ലാം കളഞ്ഞ് അമ്മയായ കൗസല്യയെയും പരിചരിച്ച് സുഖത്തോടുകൂടി ഇവിടെ വസിക്കുക. ശ്രീരാമന്റെ വാക്ക് കേട്ട് സീതാദേവി ദുഃഖത്തോടെ പറഞ്ഞു, ഉറക്കത്തിൽ പോലും രാമനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത വണ്ണം അങ്ങയെ അച്ഛൻ അത്ര ഇഷ്ടമായിരുന്നല്ലോ. എന്നിട്ട് കാനനവാസം തരുവാൻ എന്താണ് കാരണം? മഹാരാജാവ് തന്നെയാണല്ലോ ഇന്നലെ കൗതുകത്തോടെ രാജ്യാഭിഷേകം ആരംഭിച്ചത്. അത് മുടങ്ങിയതെന്നത് സത്യം തന്നെയാണോ? ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു. ഇത് കേട്ട് ശ്രീരാമൻ പറഞ്ഞു, സുന്ദരി രത്നമേ, കേൾക്കൂ. പണ്ട് ദേവാസുര യുദ്ധത്തിന് പരാക്രമശാലിയായ പിതാവ് സ്വർഗലോകത്ത് പോയപ്പോൾ അവിടെ വെച്ച് കൈകേയി അമ്മയ്ക്ക് 2 വരം കൊടുത്തു. ഒന്ന്, ഭരതനെ രാജാവായി വാഴിക്കണമെന്നും മറ്റത് എന്നെ വനത്തിലയക്കണം എന്നും. സത്യഭംഗം വരുമെന്ന് പേടിച്ച് അച്ഛൻ ആ 2 വരങ്ങളും അമ്മയ്ക്ക് കൊടുത്തു. അതിനാൽ ഞാൻ ഇന്ന് വനത്തിൽ പോകുന്നു. 14 വർഷം ദണ്ഡകവനത്തിൽ താമസിച്ചിട്ട് ഞാൻ തിരികെ വരാം. നീ ഇതിന് മുടക്കമൊന്നും പറയല്ല. ദുഃഖമെല്ലാം കളഞ്ഞിട്ട് അമ്മയോടൊത്ത് സുഖമായിട്ട് താമസിക്കുക.
രാഘവൻ ഇത്തം പറഞ്ഞതു കേട്ടോരു രാകാശശിമുഖി താനും അരുൾ ചെയ്തു, മുന്നിൽ നടപ്പൻ മനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നുള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതുച ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം. കാകുസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രകാമിനിയോടു ചൊല്ലിയിടിനാൽ, എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു? തിങ്ങിമരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോര സിംഹ വ്യാഘ്ര സൂകര സൈരിഭ പാരണവ്യാള ഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ, കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചും ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കട്മള കഷായങ്ങൾ ബാലെ ഭുജിപ്പതിനാവുന്നതും തത്ര നിർമ്മല വ്യഞ്ജന പുമ്മ പൂപാനപാനാദി സന്മധുക്ഷീരങ്ങളിൽ ഒരു നേരവും നിമ്നോന്നത ഗുഹാഗക്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും നേരെ പിരുവഴിയും അറിയാമതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ. ശീതവാതാതവ പീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കയില്ലാർക്കുമറികടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചൊന്നാലതിനുടനില്ലൊരു സംശയം. ശ്രീരാമവാക്കു കേട്ടൊരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ, നാഥാ പതിപ്രതയാം ധർമ്മപത്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ. ഏതുമേ ദോഷവുമില്ല ദയാനിധേ പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ. നിന്നുടെ സന്നിധോ സന്തതം വാണിയിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ. വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടമെനിക്കമൃതോപമം. ഭർത്താവു തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും. പുഷ്പബാണോപമ നീ വെടിഞ്ഞിടല ഏതുമേ പീഡയുണ്ടാകിയില്ലൻ മൂലം. ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ. കശ്യദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു, ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും. ഇത്തം പുരേവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിന്നിനിയും ഒന്നു ചൊല്ലിയിടുവൻ. രാമായണങ്ങൾ പലതും കവിവര രാമോദമോട് പറഞ്ഞു കേൾക്കൊണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടും ഒന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണമന്താർത്ഥവും ഓർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമോ. എന്നിരിക്കെ പുനരെന്നെയും ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നുള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണ്. അപ്പൊ സീത പറഞ്ഞു രാമനോട്, ഇങ്ങനെ പറഞ്ഞ ശ്രീരാമനോട് സീതാദേവി പറഞ്ഞു, വനത്തിൽ പോകാൻ ഞാൻ മുന്നിൽ നടക്കാം, എന്റെ പുറകെ വേണം അങ്ങ് എഴുന്നള്ളുവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ഒരു തരത്തിലും ഉചിതമല്ല എന്ന് ധരിക്കണം. ഇങ്ങനെ പറഞ്ഞ സീതയോട് ശ്രീരാമൻ പറഞ്ഞു, മരങ്ങൾ തിങ്ങി നിറഞ്ഞ വനങ്ങളില് ഞാൻ എങ്ങനെയാണ് നിന്നെ കൊണ്ടുപോകുന്നത്? അവിടെ ഘോരങ്ങളായ വന്യമൃഗങ്ങളുണ്ട്, നരഭോജികളായ രാക്ഷസന്മാരുണ്ട്. തുടങ്ങിയവരെയൊക്കെ കണ്ടാല് ആരും ഭയന്നു പോകും. വിശേഷിച്ചും സ്ത്രീകൾക്ക് ഏറെ ഭയമുണ്ടാകും. കായ്കനികളല്ലാതെ മറ്റൊന്നും അവിടെ ഭക്ഷിക്കാൻ കിട്ടില്ല. കുന്നും കുഴിയും ഗുഹയും കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ വഴികളാണ്. ശരിയായ വഴി ചോദിച്ചു മനസ്സിലാക്കാൻ കാട്ടിൽ മനുഷ്യരാരും കാണുകയില്ല. തണുത്ത കാറ്റും കഠിനമായ ചൂടും അനുഭവപ്പെടും. കാൽനടയായി വേണം സഞ്ചരിക്കാൻ. രാക്ഷസന്മാരെയൊക്കെ കണ്ടാൽ ആർക്കും സഹിക്കില്ല. അതുകൊണ്ട് എൻ്റെ വാക്കുകേട്ട് അമ്മയെയും ശുശ്രൂഷിച്ച് നീ കൊട്ടാരത്തിൽ തന്നെ കഴിയുക. 14 വർഷം കഴിഞ്ഞാൽ ഉടൻ ഞാൻ തിരികെ വരുമെന്നതിന് സംശയമില്ല. ഇപ്രകാരമുള്ള ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് കഠിനമായ ദുഃഖത്തോടെ വീണ്ടും പറഞ്ഞു, പ്രാണനാഥ,
ഞാൻ അങ്ങയുടെ പതിവ്രതയായ ധർമ്മപത്നിയാകുന്നു. എനിക്ക് മറ്റാരും ആശ്രയമില്ല. എന്നിൽ യാതൊരു ദോഷങ്ങളുമില്ല. അങ്ങയുടെ പാദ ശുശ്രൂഷ ചെയ്യുക എന്ന വ്രതം മുടക്കരുതേ. അങ്ങയോടൊപ്പം വസിക്കുന്ന എന്നെ മറ്റാർക്കെങ്കിലും ഉപദ്രവിക്കാൻ കഴിയുമോ? ഭർത്താവിൻ്റെ ഉച്ഛിഷ്ടമായ കാൽകനികൾ ഞാൻ അമൃതിന് തുല്യം ഭക്ഷിച്ചുകൊള്ളാം. ഭർത്താവിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ കൂർത്തു മൂർത്ത കല്ലും മുള്ളും എല്ലാം എനിക്ക് പൂമെത്തയ്ക്ക് തുല്യമായിരിക്കും. അങ്ങ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ കാരണം അങ്ങയ്ക്ക് ഒരു ഉപദ്രവവും ഉണ്ടാകുകയില്ല. എനിക്ക് അശേഷം പേടിയുമില്ല. ജ്യോതിശാസ്ത്ര വിശാരദനായ ഒരാള് ചിന്തിച്ച് പണ്ടിങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഭർത്താവും ഒന്നിച്ച് കാട്ടിൽ വസിക്കുവാൻ ഭവതിക്ക് യോഗമുണ്ട്. ഇത് പണ്ടേ തന്നെ ഞാൻ കേട്ടിരിക്കുന്നു. ഇത് സത്യമാണ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കവിശ്രേഷ്ഠന്മാർ പലരും പല പല രാമായണങ്ങൾ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാണ് ജാനകിയോട് കൂടാതെ രാമൻ കാട്ടിൽ പോയിട്ടുള്ളത്? ഒരിക്കലുമില്ല. പ്രകൃതിയെ പിരിഞ്ഞ് പുരുഷനുണ്ടോ? ചിന്തിച്ചു നോക്കിയാൽ പുരുഷനും പ്രകൃതിയും ഒന്നു തന്നെയാണ്. വിവാഹ മന്ത്രത്തിന്റെ അർത്ഥം എന്താണ്? മരണസമയത്ത് പോലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിയില്ലെന്നാണ്. അപ്പോൾ എന്നെ കൂടാതെ തനിയെ അങ്ങ് കാട്ടിൽ പോവുകയാണെങ്കിൽ ശ്രീരാമനാണ് ഇന്നു തന്നെ ഞാൻ എൻ്റെ പ്രാണത്യാഗം ചെയ്യും. എന്നിങ്ങനെ ദേവി ചൊന്നത് കേട്ടോരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടം ഇന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായി കൊണ്ടുപോയുക നീ ജാനകി ഹാരാതിഭൂഷണമൊക്കവേ. യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുകന്നത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥവധിയില്ലാതോളമാതരാൽ സത്വൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമോത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നുടെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്കയാൽ ആനന്ദമഗ്നനായി മാനവനായകനാശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തിടുന്നിത സൃജലങ്ങളും ജാനകീ ദേവിയും അൻപോടരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൽ. ലക്ഷ്മണവീരൻ സുമിത്രയാം അമ്മയെ തക്ഷനെ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു. ശ്മാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു. തനയനു പിന്നെ ഉപദേശവാക്കുമുറ ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോ തീടളവിയെ. മായാവിഹീനമീ വണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൾ. രാമായണത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വരികളാണ്. രാമം ദശരഥം വിദ്ധി, മാം വിദ്ധി ജനകാത്മജാം, അയോധ്യാം അടവീം വിദ്ധി, ഗച്ഛ തത യഥാസുഖം. മാതൃവചനം മാതാവിന്റെ വാക്ക്, ശാപചരാദികൾ അമ്പും വില്ലും. രാമാന്തികെ രാമന്റെ അടുത്ത്. സീതാദേവി ഇങ്ങനെ പറഞ്ഞത് കേട്ട് ശ്രീരാമൻ പറഞ്ഞു: അല്ലയോ പ്രിയേ ജാനകി, അങ്ങനെയാണെങ്കിൽ നീ കൂടെ പോന്നുകൊള്ളുക. ഇക്കാര്യം പറഞ്ഞ് നീ ദുഃഖിക്കേണ്ട. ഹാരാദികളായ ആഭരണങ്ങളെല്ലാം നീ അരുന്ധതിക്കായിട്ട് ദാനം ചെയ്യുക. സീതയോട് ഇങ്ങനെ പറഞ്ഞിട്ട് ബ്രാഹ്മണ ശ്രേഷ്ഠരെ വരുത്തുവാൻ ലക്ഷ്മണനോട് ആജ്ഞാപിച്ചു. ഉത്തമന്മാരായ അവർക്ക് വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പശുക്കൾ, ധനം മുതലായവ ദാനം ചെയ്തു. അമ്മയുടെ സേവകന്മാർക്കും ദാനം നൽകി. അന്തഃപുരത്തിലുള്ള മറ്റു സേവകന്മാർക്കും പലതരം ദാനങ്ങൾ ചെയ്തുകൊണ്ട് അവരും സന്തുഷ്ടരായി. ഋഷിമാർക്കും ബ്രാഹ്മണ ശ്രേഷ്ഠരും
രാമനെ ആശീർവസിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ജാനകീദേവി അരുന്ധതിക്കും ദാനങ്ങൾ നൽകി. അപ്പോൾ ലക്ഷ്മണൻ തൻ്റെ അമ്മയായ സുമിത്രയെ കൗസല്യ മാതാവിനെ ഏൽപ്പിച്ചു വന്ദിച്ചു. അപ്പോൾ സുമിത്ര മകനെ ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു. തുടർന്ന് ഉപദേശവാക്കുകളും പറഞ്ഞു. എപ്പോഴും ജ്യേഷ്ഠനെ ശുശ്രൂഷിച്ചുകൊണ്ട് പിരിയാതെ അദ്ദേഹത്തിന് അകമ്പടിയായി നടന്നുകൊള്ളണം. രാമനെ ദശരഥനാണെന്ന് എപ്പോഴും വിചാരിച്ചു കൊള്ളണം. സീതാദേവിയെ എന്നെ പോലെ, അതായത് സുമിത്രയെ പോലെ കണക്കാക്കുക. കാട് അയോധ്യയാണെന്ന് വിചാരിക്കണം. ഇപ്രകാരം മനസ്സിലുറച്ച് സുഖമായി പോയാലും അമ്മയുടെ ഉപദേശം ശിരസിൽ ധരിച്ചുകൊണ്ട് അമ്മയെ ആദരവോടെ ലക്ഷ്മണൻ തൊഴുതു. അനന്തരം അമ്പും വില്ലുമേന്തി ശ്രീരാമന് സമീപത്തിൽ നിന്ന് വന്ദിച്ചു. തക്ഷണേ രാമൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യകളേബരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദഭിരാമനാത്മാരാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്ത് സാരം കലർന്നോരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ട് ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാൽ കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യഹ കഷ്ടം എന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടക നിന്നോന്നതയും നിമ്നോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുക്തമൃദുതര സിദ്ധപാദങ്ങളാൽ നിത്യം പനാന്തേ നടക്കുന്നു കൽപ്പിച്ച പൃഥ്വീശചിത്തം കഠോരമത്രേ തുലോം. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിലാർക്കും ഇന്നലെയോളവും ഇന്നത് തോന്നുവാൻ എന്തോ ഒരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാനന്യനും. കേകയപുത്രിക്കു രണ്ടുവരം നൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴ്കന്നു വന്നുകൂടും ധരാമണ്ഡലം. പോകലാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ. ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേവമരുൾ ചെയ്തു തന്നേരം. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം അച്ഛനെ വന്ദിക്കാനായിട്ട് പോയി. പൗരജനങ്ങളെ അദ്ദേഹം സ്നേഹപൂർവ്വം നോക്കി. രാമലക്ഷ്മണന്മാർ അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് കാൽനടയായി പോകുന്നത് കണ്ടിട്ട് പൗരജനങ്ങൾ ദുഃഖത്തോടുകൂടി തമ്മിൽ പറഞ്ഞു, അയ്യോ കഷ്ടം, ഇങ്ങനെ വന്നത് എന്താണ് ഈശ്വര. അനുജനോടും സീതയോടും കൂടി ആരുടെയും സഹായം കൂടാതെ കല്ലും മുള്ളുമൊക്കെ നിറഞ്ഞ ദുർഘടമായ വഴികളോടുകൂടിയ വനാന്തരത്തില് വസിക്കണമെന്ന് ആജ്ഞാപിച്ച ദശരഥ മഹാരാജാവിൻ്റെ ഹൃദയം കഠിനം തന്നെ. മക്കളോടുള്ള വാത്സല്യം ദശരഥനോളം മനുഷ്യരിൽ മറ്റാർക്കും ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല. ഇന്നിങ്ങനെ തോന്നുവാൻ കാരണം എന്താണാവോ? ഈ ചോദ്യം കേട്ട് മറ്റൊരാൾ ഇപ്രകാരം മറുപടി പറഞ്ഞു. മഹാരാജാവ് കൈകേയിക്ക് 2 വരം കൊടുത്തതായി കേട്ടു. അതുകൊണ്ടാണ് രാമൻ കാട്ടിൽ പോകുന്നത്. രാജ്യം ഭരതൻ ഭരിക്കേണ്ടതായി വരും. ഇത് കേട്ട് മറ്റൊരുവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ശ്രീരാമനോടൊപ്പം കാട്ടിൽ പോകാം. രാമനെ പിരിഞ്ഞിരിക്കുന്നത് അസഹനീയമാണ്. ഇപ്രകാരം നഗരവാസികളുടെ സംഭാഷണം ശ്രദ്ധിച്ച ശേഷം വാമദേവൻ എന്ന താപസൻ സന്തോഷത്തോടുകൂടി പൗരന്മാരോടിങ്ങനെ പറഞ്ഞു. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ട് ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായ അനന്തൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായാപരാ. മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനമായി. ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ട് നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വരനാദ്യനജൻ പരമാത്മാവു സാദരം.
രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി ദ്വിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതൻ മനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ച് വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാദോനിധിമതനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്ന് കൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാവും ഈ രാഘവൻ. നിർഘ്രാതമോട് നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരനായോരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതീ ഭക്തനായൊരു മഹാബലിയോടു ചെന്നർത്തിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ. ധാത്രീസുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാം ഇവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുധാവരനായി പിറന്നീടിനാൽ രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീ ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനനജൻ പരമാത്മാ പരാപരൻ. വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവവിഹാർത്ഥം ദേവഹിതാർത്ഥം യമിക്കുന്നതിന്നതിൻ കാരണം മന്ധരയല്ല കൈകേകിയെല്ലാരും ഭ്രമിക്കായക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു. ശ്രീരാമനെ വിചാരിച്ച് ആരും ഒട്ടും ദുഃഖിക്കണ്ട, സീതാദേവിയെ കരുതിയും ആരും ദുഃഖിക്കണ്ട. സത്യമായുള്ള കാര്യം ഞാൻ പറയാം, എല്ലാവരും ശാന്തരായിട്ട് കേട്ടുകൊള്ളുക. രാമൻ ആദികാരണനായ മഹാവിഷ്ണുവാകുന്നു. ലക്ഷ്മണൻ സാക്ഷാൽ അനന്തനാകുന്നു. സീതയാകട്ടെ ലോകമാതാവായ ലക്ഷ്മി ഭഗവതിയുമാകുന്നു. പരമാത്മാവ് മായാഗുണങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്തമായ ശരീരം ധരിക്കുന്നു. പരമാത്മാവ് രാജസ ഗുണത്തോടു കൂടിയിട്ട് ബ്രഹ്മാവായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. സത്വ ഗുണത്തോടുകൂടി വിഷ്ണുവായി എല്ലാവരെയും സംരക്ഷിക്കുന്നു. തമോ ഗുണത്തെ അവലംബിച്ച് ശിവരൂപം കൈക്കൊണ്ട് എല്ലാം സംഹരിക്കുന്നു. വൈവസ്വത മനുവിന്റെ ഭക്തിയിൽ പ്രസാദിച്ച് മത്സ്യമായി അവതരിച്ച് ഹയഗ്രീവനെ കൊന്ന് വേദങ്ങളെ വീണ്ട് ബ്രഹ്മാവിന് കൊടുത്തത് ഈ രാഘവനാകുന്നു. പണ്ട് പാലാഴി കടയവേ മന്ദരപർവ്വതം പാതാളത്തിലേക്ക് താന്നപ്പോഴ് കുർമ്മമായി അവതരിച്ച് ആ പർവ്വതത്തെ മുതുകിലേറ്റി ഉയർത്തിയതും ഈ രാമൻ തന്നെ. ദുഷ്ടനായ ഹിരണ്യാക്ഷനെ പന്നിയായി അവതരിച്ചു കൊന്ന് ഭൂഗോളത്തെ തേറ്റമേൽ ഉയർത്തിക്കൊണ്ട് കാരണജലത്തിൽ കളിച്ചതും ഈ ശ്രീരാമനാകുന്നു. പരമഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കാനായിട്ട് ഘോര ശബ്ദത്തോടുകൂടി നരസിംഹമായി അവതരിച്ച് ഹിരണ്യകശിപുവിന്റെ മാറിടം പിളർന്നതും ലക്ഷ്മി വല്ലഭനായ ഈ ശ്രീരാമൻ തന്നെ. മഹാവിഷ്ണു പുത്രനായി പിറക്കണമെന്ന് അതിഥി അർത്ഥിക്കയാൽ ആ ദേവമാതാവിന്റെ പുത്രനായിട്ട് വാമനനായി അവതരിച്ച് ഭക്തനായ മഹാബലിയോട് യാചിച്ച് സ്വർഗ പാതാളങ്ങളെ, ഭൂമി സ്വർഗം പാതാളം അങ്ങനെയുള്ള 3 അടിയായി അളന്നു വാങ്ങിയിട്ട് ഇന്ദ്രന് നൽകിയ ത്രിവിക്രമനും ഈ രാമൻ തന്നെ. ബ്രഹ്മദ്വേഷികളായ ക്ഷത്രിയരുടെ വംശനാശം വരുത്തുവാനായിട്ട് പരശുരാമനായി അവതരിച്ചതും ഈ രാമൻ തന്നെയാണ്. രാക്ഷസ വംശത്തെ നശിപ്പിച്ച് ഭൂമാനം കളഞ്ഞ് ധർമ്മത്തെ രക്ഷിക്കാൻ ഇപ്പോൾ
ഭൂമിയിൽ ദശരഥപുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചു. ആ പരമാത്മാവ് തന്നെയായ രാമൻ ദേവഹിതാർത്ഥം രാവണനെ കൊല്ലുന്നതിനായിട്ട് ഇന്ന് കാട്ടിൽ പോകുന്നു. അതിന് കാരണം മന്ധരയോ കൈകേയിയോ ദശരഥ മഹാരാജാവോ അല്ല. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്ന വിഷ്ണു തന്റെ മായാദേവിയായ സീതയോടും കൂടി സന്തോഷത്തോടെ ഇപ്പോൾ കാട്ടിലേക്ക് പുറപ്പെട്ടു. നാരദ മഹർഷി ഇന്നലെ ഈ സംഗതി ശ്രീരാമനെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം മഹർഷിയോട് ഇപ്രകാരം പറഞ്ഞു: നത്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം മനത്തിനു നാളെ പുറപ്പെടും എന്നത് മൂലം ഗമിക്കുന്നു രാഘവൻ. ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ. രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല. കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാരകൂത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണനനന്ദനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭക്തജനാനാം ഭജനാർത്ഥമായി വന്ന ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലെ. പങ്ക്തിരതാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കുന്നു ജഗത്രയം. പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ. രാമവിഷയം ഈ വണ്ണം അരുൾ ചെയ്ത് വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. രാമസീതാരഹസ്യം മൂരീ ദൃശ്യമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം. രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തി ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസ ശ്രേഷ്ഠനും മോദാലെഴുന്നുള്ളി. രാക്ഷസ വംശത്തെ നശിപ്പിക്കാനായിട്ട് ഞാൻ നാളെ തീർച്ചയായും വനത്തിനു പുറപ്പെടും. അതുകൊണ്ട് തന്നെയാണ് രാമൻ ഇന്ന് കാട്ടിൽ പോകുന്നത്. പരമാത്മാവായ രാമനെ വിചാരിച്ച് ആരും ദുഃഖിക്കേണ്ട. എല്ലാവരും രാമ രാമ എന്ന് ജപിച്ചുകൊള്ളുക. നിത്യവും രാമനാമം ജപിക്കുന്ന മനുഷ്യന് മരണഭയം ഉണ്ടാവുകയില്ല. മാത്രമല്ല മോക്ഷം ലഭിക്കുകയും ചെയ്യും. സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപത്തിന് ദുഃഖാദികളായ വികാരങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെ? ഭക്തന്മാർക്ക് ഭജിക്കാനായിട്ട് ഭഗവാൻ ഭൂമിയിൽ ജനിച്ചു. അല്ലയോ മൂഢന്മാരെ, ദശരഥന്റെ അഭീഷ്ടം സാധിക്കുന്നതിനായിട്ട് രാവണനെ കൊന്ന് 3 ലോകവും സംരക്ഷിക്കുന്നതിനായിട്ട് ഭഗവാൻ മനുഷ്യനായി അവതരിച്ചു. ഇപ്രകാരമുള്ള സീതാരാമ രഹസ്യം കൂടെ കൂടെ ധ്യാനിക്കുന്നവർക്കെല്ലാം ഭക്തിയുണ്ടാകും. സകല ദുഃഖങ്ങളും നശിക്കും. നിങ്ങളെല്ലാം രാമഭക്തന്മാരാണെന്ന് കരുതിയാണ് ഈ പരമരഹസ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. രാമ സീതാ തത്വം ഇപ്രകാരം പറഞ്ഞിട്ട് വാമദേവ മഹർഷി വിരമിച്ചു. അദ്ദേഹത്തിന്റെ പീയൂഷ തുല്യമായ വാക്കുകൾ കേട്ട് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ശ്രീരാമൻ എന്ന് മനസ്സിലാക്കി പൗരജനങ്ങള് ആനന്ദ സമുദ്രത്തിൽ ആറാടി. പൗരന്മാർക്കുണ്ടായ ദുഃഖമെല്ലാം തീർന്നു. താപസ ശ്രേഷ്ഠൻ സന്തോഷത്തോടെ പോവുകയും ചെയ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.